ഇത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അല്ലെങ്കിൽ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം വടക്കൻ കേരളത്തിലെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കണ്ണൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രം വളപട്ടണം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുത്തരി തിരുവപ്പന എന്നറിയപ്പെടുന്ന വാർഷിക വിളവെടുപ്പ് ഉത്സവം പ്രദേശവാസികൾ ആഘോഷിക്കുന്ന ഡിസംബർ ആദ്യവാരമാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രം സൗജന്യ ഭക്ഷണവും താമസവും നൽകുന്നു. തെയ്യം കലാകാരന്റെ പ്രതികരണങ്ങൾ ആദരണീയവും ദേവതയുടേതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ തെയ്യം നൃത്തം ദിവസവും നടത്തപ്പെടുന്നു. ഇത് ആരാധനയുടെ പ്രാഥമിക രീതിയാണ്. പ്രധാന ദൈവമായ ശ്രീ മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ നായകളെ ഇവിടെ പവിത്രമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മുത്തപ്പനാണ്. 2 ഹൈന്ദവ ദേവതകൾ തിരുവപ്പന, വെള്ളാട്ടം എന്നിവയുടെ സംയോജനമാണ്. ഇത് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളവും വീതിയുമുള്ള ഈ പുഴയുടെ തീരത്താണ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവിൽ നിന്ന് മാട്ടൂൽ വരെ ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. വളപട്ടണം പുഴയിലെ ചെറിയ ദ്വീപുകൾ ഈ ബോട്ട് യാത്രയിൽ കാണാൻ കഴിയും. വളപട്ടണം പുഴയിലൂടെ സന്ദർശകർക്ക് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാനും അവസരമുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളവും വീതിയുമുള്ള ഈ പുഴ കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് 100 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. വളപട്ടണം പുഴയിൽ നിരവധി ദ്വീപുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ദ്വീപാണ് പാമ്പുരുത്തി. 100 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ മൂർഖൻ പാമ്പുകളെ കണ്ട ചിറക്കൽ രാജാവ് പാമ്പിന്റെ തുരത്തെന്ന് ഈ ദ്വീപിനെ വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് ഈ ദ്വീപിന് പാമ്പുരുത്തി എന്ന പേര് ലഭിച്ചത്.